ജയ് ദോസ്തോ, നമുക്ക് ഫുൾ ബോഡി വർക്കൗട്ട് ഒന്ന് ചെയ്ത് നോക്കാം. ഇത് ഞങ്ങളുടെ ഗ്രൗണ്ടാട്ടോ. ഫുള്ള് പുല്ലും ഇതൊക്കെ മുളച്ചുള്ള അടിപൊളിയായിട്ട് കിടക്കുവാണ്. ഗ്രൗണ്ടിൽ കൂടെ ഒരു 4 റൗണ്ട് ഞങ്ങൾ നടന്നു. ഇങ്ങനെ പുല്ലിൽ കൂടെ ഇങ്ങനെ മണ്ണിൽ കൂടെ ചെരുപ്പിടാണ്ട് ബോഡി ഒന്ന് വാമപ്പ് ആകാൻ വേണ്ടി, പിന്നെ നോർമൽ ബ്രീത്തൊക്കെ എടുത്ത് നടന്ന്, പിന്നെ ഞങ്ങൾ കുറച്ച് പുഷപ്പും ഒക്കെ ചെയ്ത് ബോഡി ഒന്ന് വാമപ്പാക്കി എടുത്തു. ഇതാണ് ഞങ്ങളുടെ ഗ്രൗണ്ട്. നോക്കി എങ്ങനെ അടിപൊളിയല്ലേ? ഒക്കെ കമൻറ്റ് പറയണേ. ഇതാണ് ഞങ്ങളുടെ എന്താ ടാർഗറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു കല്ലുണ്ട്, ഒരു 15-20 ഇടയ്ക്ക് ഒരു വെയിറ്റ് വരുന്നുണ്ട്. ഇതെടുത്ത് മുകളിലേക്ക് ഉയർത്തണം, നോർമൽ ബ്രീത്ത് എടുത്ത് താഴോട്ട് വിടണം. ഇതാണ് ഇന്നത്തെ ടാർഗറ്റ്. 250 ടാർഗറ്റ് ഞങ്ങൾ ഫോക്കസ് ചെയ്യുന്നത്. എന്തായാലും നോക്കാം നമുക്ക് എവിടം വരെ എത്തുമെന്ന്. പക്ഷേ ഞങ്ങൾ അച്ചീവ് ചെയ്തത് വേറെ കാര്യം. വൈകുന്നേരം 6:45 തുടങ്ങിയതാണ്. 8:30 വരെ ഞങ്ങൾ ചെയ്തു. 8:30 ആയപ്പോഴാണ് നിർത്തിയത്. 250 പ്രാവശ്യം ഉണ്ടല്ലോ. പിന്നെ ഇത് മാത്രം ഫോക്കസ് ചെയ്തുള്ളൂ, വേറെ ഒന്നും ചെയ്തില്ല. ഇത് ഞങ്ങൾ ഇരുട്ടായിപ്പോൾ നോർമൽ ഇരുട്ടാവാൻ തുടങ്ങി. അവിടുത്തെ വണ്ടികളാണ്, ജമ്മുവിലെ അവിടുത്തെ പോലീസുകാരുടെ വണ്ടികളാണത്. ഞങ്ങളിവിടെയാണ് സ്റ്റേ. പിന്നെ വൈകുന്നേരം ഇവിടെ ഞങ്ങൾ വർക്കൗട്ട് ചെയ്യും. ഡെയിലി ഓരോരോ പാർട്ടിനാണ് വർക്കൗട്ട് ചെയ്യുന്നത്. ഞാനിടയ്ക്ക് യോഗയൊക്കെ ചെയ്യും, വീഡിയോ ഞങ്ങൾ കാണാറുള്ളതല്ലേ. ഓക്കെ, പിന്നെ ഇത് ഡെയിലി ചെയ്യാൻ പാടില്ല. വീക്കിലി ഒരു 3 ദിവസം ചെയ്യുകയാണെങ്കിൽ നല്ലതാണ്. മസിൽ ഗ്രോത്ത് ചെയ്യാനും ടൈം കൊടുക്കണം. പിന്നെ വെയിറ്റ് 10 kg എടുത്താലും നല്ലതാണ്. നോർമൽ ഒരു കല്ലെടുത്തിട്ട് നമുക്ക് ഇപ്പോൾ ജിമ്മിലൊന്നും പോകാൻ സാഹചര്യം ഇല്ലെങ്കിൽ ചെയ്യാൻ പറ്റുന്ന വർക്കൗട്ടുകളാണ് അത്. ഇപ്പോൾ ഞങ്ങളിപ്പോൾ അവിടെ ഇവിടെയൊക്കെ TDക്കൊക്കെ പോകുമ്പോൾ നമുക്ക് ജിമ്മൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇങ്ങനത്തെ വർക്ക് ഫ്രം ഹോം എന്ന് പറഞ്ഞ പോലെ ഗ്രൗണ്ടിലാണ് എല്ലാ പരിപാടിയും ചെയ്യൽ. ഓക്കെ, നിങ്ങൾക്കും ചെയ്യാവുന്നുള്ളൂ. ബോഡി നമുക്ക് ഫിറ്റായിരിക്കാം. ശരീരം ഫിറ്റായാലേ നമ്മുടെ എല്ലാം ഓക്കെ ആവുള്ളൂ. എപ്പോഴും ശരീരം ഫിറ്റായിരിക്കണം. ഓക്കെ, പിന്നെ 100 കഴിഞ്ഞു, 150 കഴിഞ്ഞു, 200 ആവാറായി. ഓക്കെ, 250 കഴിഞ്ഞു ഞങ്ങളുടെ. അപ്പോൾ ഇതാണ് എല്ലാം കഴിഞ്ഞ ശേഷം ബോഡീൻ്റെ എഫക്റ്റ് ഇതാണ്. ബോഡി എൻ്റെ മസിലൊക്കെ നല്ല പമ്പായി. അപ്പോൾ നിങ്ങൾക്കും ചെയ്യാവുന്നുള്ളൂ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. താങ്ക് യു. ജയ് ഹിന്ദ് ദോസ്തോ. താങ്ക് യു.